ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പന് വിശ്വാസമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ ഓരോ സങ്കടങ്ങളിലും ഓരോ ദുഃഖങ്ങളിലും ഓരോ സന്തോഷങ്ങളിലും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു ഭഗവാനായിരിക്കും ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. പലർക്കും അങ്ങനെ തന്നെയാണ്. ഒരു സങ്കടം വന്നു കഴിഞ്ഞാലും ദുഃഖം വന്നു കഴിഞ്ഞാലും സന്തോഷം വന്നു കഴിഞ്ഞാലും ഒക്കെ ആദ്യം വിളിക്കുന്നത് എൻ്റെ ഗുരുവായൂരപ്പ എന്നായിരിക്കും. ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവും. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഭഗവാനെ വിശ്വസിക്കുന്നവർ എപ്പോഴും ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിനുള്ളിൽ തന്നെ ജീവിച്ചു പോകുന്നത്. അതിൽ നിന്നൊരിക്കലും പുറത്തേക്ക് കടക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ല. അത്രമേൽ വിശ്വാസമാണ് ഗുരുവായൂരപ്പനെ. ചിലപ്പോഴൊക്കെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും. പക്ഷെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാനുള്ള ഒരു ആത്മധൈര്യം ഭഗവാന് മാത്രമേ നൽകാനായിട്ട് സാധിക്കുള്ളൂ. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ഉള്ള അനുഭവങ്ങളായിരിക്കും ഇത്. ഭഗവാൻ പലപ്പോഴും നമ്മളോട് പല കാര്യങ്ങളും പറയുന്നതായിട്ട് നമുക്ക് തോന്നും. പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. പല കാര്യങ്ങളിലും പല ആഗ്രഹങ്ങളിലേക്കും എത്തിച്ചേരാൻ സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെയും തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയധികം തിരക്ക് വരുന്നത്. ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ചില ഘട്ടങ്ങളിലെങ്കിലും എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ പോയി നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? പക്ഷെ നമുക്കവിടെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. നമ്മൾ വീട്ടിലിരുന്ന് വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കും. ചെറുതും വലുതുമായിട്ടുള്ള പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയോ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിറവേറാനായിട്ട് എന്ത് കാര്യമാണ് ഗുരുവായൂരപ്പന്റെ മുന്നിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അത് തരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാകാനായിട്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെയും പറയാനായിട്ടായിരിക്കും നമ്മൾ ഗുരുവായൂരപ്പന്റെ മുന്നിലേക്ക് എത്തുന്നത്. പക്ഷെ ആ ഒരു ഭഗവാന്റെ മുഖം കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവും, എല്ലാ സങ്കടങ്ങളും ഇല്ലാതാവും, നമ്മുടെ ആഗ്രഹങ്ങൾ പോലും നമ്മൾ മറന്നുപോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് നേരമൊന്നും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ? പുറത്തു നിന്നാണെങ്കിൽ മാത്രമേ കുറച്ച് സമയമെങ്കിലും നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ശ്രീകോവിലിന്റെ അടുത്തായിട്ട് പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് അവിടുന്ന് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനും സാധിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. തിക്കിലും തിരക്കിലും ഒക്കെ നമ്മൾ അവിടെ എത്തി ഭഗവാനെ തൊഴുമ്പോഴേക്കും നമ്മളെ തള്ളി മാറ്റിക്കൊണ്ടേയിരിക്കും. അവിടുത്തെ ജനത്തിരക്ക് അത്രയും വലുതാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ആ ഒരു ഗുരുവായൂർ അമ്പലത്തിലെ ഓരോ മൺതരിയിലും ഭഗവാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ശ്രീകോവിലിനുള്ളിലേക്ക് കടന്നാൽ മാത്രമല്ല നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് നാലമ്പലത്തിന്റെ പുറത്തായിട്ട് ചുറ്റമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടും ഭഗവാനെ പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. തിരക്കുള്ള സമയങ്ങളിൽ പറ്റില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പുറത്തു നിന്ന് തൊഴുതു കഴിഞ്ഞാലും ഭഗവാന് കാണാൻ പറ്റും ചില സമയങ്ങളിൽ. പക്ഷെ എല്ലാ സമയങ്ങളിലും സാധിക്കില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അങ്ങനെ തൊഴുതു കഴിഞ്ഞാൽ മാത്രമല്ല, ഒരു ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്ന പോലെയല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോയാൽ പോലും നമുക്ക് ആ ഒരു ഫീലിംഗ് വേറെ തന്നെ ആയിരിക്കും.
ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിലെത്തിയ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക്. അപ്പൊ അവിടെ നമ്മൾ എവിടെ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട്, നാമങ്ങൾ ജപിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഭഗവാൻ തൊട്ടടുത്തുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം ഫലം ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നാലമ്പലത്തിന്റെ പുറത്തായിട്ട് ചുറ്റമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം വേണമെങ്കിലും അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ നിന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെയും ഭഗവാനോട് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് സ്വന്തം മകളുടെ അല്ലെങ്കിൽ മകന്റെ ഒരു വിവാഹം ശരിയാവുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. അത് ശരിയാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ മകന് അല്ലെങ്കിൽ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാവണേ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കുട്ടി ഉണ്ടാവണേ എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം, പ്രാർത്ഥന എങ്കിൽ അത് ഭഗവാനോട് പറഞ്ഞതിന് ശേഷം ചുറ്റമ്പലത്തിൽ നിങ്ങൾ പ്രദക്ഷിണം വയ്ക്കണം. പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, 21 പ്രദക്ഷിണമാണ് നിങ്ങൾ വയ്ക്കേണ്ടത്. നിങ്ങൾ ആ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ കൂടെ ഉള്ള ആൾക്കാരോട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചിന്തിക്കുക ഒന്നും പാടില്ല. ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹം നടത്തി തരണം, ഭഗവാൻ എൻ്റെ ഈ ആഗ്രഹം നടത്തി തന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആ ഒരു ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും, ഇതുപോലെ 21 പ്രദക്ഷിണം ഭഗവാന് ഞാൻ നടത്തും. അത്ര മാത്രമേ പറയണ്ടൂ. ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇനി ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു, നാമജപവും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും അത് പ്രാർത്ഥിക്കുക മാത്രമേ പാടുള്ളൂ. നമ്മൾ വേറെ ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പാടില്ല. നമ്മൾ മുഴുവൻ കോൺസെൻട്രേഷനും ഭഗവാനിലായിരിക്കണം. ഭഗവാൻ മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യും? ഇത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺസെൻട്രേഷൻ ഈ കൗണ്ടിങ്ങിലായിരിക്കും അല്ലേ? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 21 നാണയം എടുക്കാം. 21 ഒറ്റ രൂപ നാണയം എടുക്കാം, 2 രൂപയുടെ നാണയം എടുക്കാം, 5 രൂപയുടെ നാണയം എടുക്കാം. അല്ലെങ്കിൽ എല്ലാ 21 ഒരേ സംഖ്യ ആയിരിക്കണം എന്നൊന്നുമില്ല. 21 നാണയം, അത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അതെടുക്കാവുന്നതാണ്. 21 നാണയം കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു പ്രദക്ഷിണം വയ്ക്കാനായിട്ട്. ഓരോ പ്രദക്ഷിണം, അതായത് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നട അടച്ചിരിക്കുന്ന സമയത്ത് പ്രദക്ഷിണം തുടങ്ങാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നട തുറന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് അതിന് നടുവിലായിട്ട് നട അടച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. പ്രദക്ഷിണം തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നട അടച്ചിരിക്കുന്ന സമയം ആവാൻ പാടില്ല. നട തുറന്നിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച ശേഷം ആദ്യത്തെ ആ ഒരു നാണയം അവിടെയുള്ള ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച ശേഷം നിങ്ങൾ പ്രദക്ഷിണം തുടങ്ങുക. ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് തിരിഞ്ഞു വന്ന് രണ്ടാമത്തെ പ്രദക്ഷിണം തുടങ്ങുന്നതിന് മുന്നേ വീണ്ടും നമ്മൾ അവിടെ എത്തുമല്ലോ. ഭഗവാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ തൊഴുത് ആ ഒരു കോയിൻ അതിലേക്ക് നിക്ഷേപിക്കാം. അങ്ങനെ 21 കോയിനും നിക്ഷേപിച്ച് കഴിഞ്ഞ് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രദക്ഷിണം 21 പ്രദക്ഷിണാവും. അപ്പം നിങ്ങൾക്കിത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. കയ്യിലുള്ള കോയിന് തീരുമ്പോൾ മനസ്സിലാവുമല്ലോ 21 പ്രദക്ഷിണമായി എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. എൻ്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വീണ്ടും വന്ന് ഇതുപോലെ തന്നെ 21 പ്രദക്ഷിണം നടത്തും എന്നുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഭഗവാൻ അത് സാധിച്ചു തരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രദക്ഷിണം വെച്ചോ, നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചോ, ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഒരു കളഭം ഷീട്ടാക്കുക. ഒരു കളഭം അവിടെ നിന്ന് തന്നെ നമുക്ക് വഴിപാട് കൗണ്ടറിൽ നിന്ന് തന്നെ കളഭം ഷീട്ടാക്കാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് കളഭം ഷീട്ടാക്കി ആ കളഭത്തിൻ്റെ പ്രസാദം വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, ഏത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ പ്രാർത്ഥിച്ചത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ പ്രാർത്ഥിച്ചതെങ്കിൽ നിങ്ങൾ, അല്ല നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്കോ, അങ്ങനെ ആർക്ക് വേണ്ടിയാണോ, ആരുടെ ആവശ്യത്തിനാണോ നിങ്ങൾ ആ ഒരു പ്രദക്ഷിണം നടത്തിയത്, അയാൾ ഈ ഒരു കളഭം ദിവസവും നെറ്റിയിൽ അണിയാനായിട്ട് ശ്രമിക്കുക. സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും കളഭം നെറ്റിയിൽ അണിയുക.
ഇനി സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈ കളഭം അണിയാനായിട്ട് പാടുള്ളതല്ല. അതെല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നിരുന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ശേഷം ഇനി നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഈ സെയിം കാര്യം തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയൊരു കാര്യം നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ ആഗ്രഹം സാഫല്യമായി കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞത്. അവരെ കൊണ്ട് വന്നിട്ടല്ല പ്രദക്ഷിണം ചെയ്യിപ്പിക്കേണ്ടത്. അവരെ കൊണ്ടും പ്രദക്ഷിണം ചെയ്യിപ്പിക്കാൻ തെറ്റില്ല. പറഞ്ഞ ആൾ നിങ്ങളാണല്ലോ. നിങ്ങൾ വന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പോയി ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ പലരും തെറ്റ് കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കുറച്ചു മുന്നേ ഒരു അമ്മയുടെ അടുത്ത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആലോചനകൾ വരുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അമ്മ അതുപോലെ തന്നെ പ്രദക്ഷിണം ചെയ്തു. ശേഷം മകളുടെ വിവാഹം ഉറച്ചു. വിവാഹം ഉറച്ചതിന് ശേഷം ഈ അമ്മ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാല്, മകളെ കൊണ്ടുവന്ന്, അമ്മക്ക് ഭഗവാനോടുള്ളൊരു ഭക്തിയാണ് കേട്ടോ, മകളെയും കൂട്ടി വന്ന് മകളെ കൊണ്ട് പ്രദക്ഷിണം നടത്തിച്ചു. ഈ അമ്മ ചെയ്തില്ല. ഭഗവാനോട് അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഞാൻ ചെയ്യാമെന്നാണ് ആ അമ്മ പ്രാർത്ഥിച്ചത് എങ്കിൽ ആ അമ്മയും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ആ അമ്മ പോയി പ്രദക്ഷിണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുപോലെ നിങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളാണ് ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. അത് മറ്റുള്ള, അതായത് അതിൻ്റെ ഫലം ലഭിച്ചവരല്ല ചെയ്യേണ്ടത്. ആ ഫലത്തിനായിട്ട് പ്രാർത്ഥിച്ചത് നിങ്ങളാണ്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു നേർച്ച, നമ്മളിപ്പോൾ നേർച്ചയാണല്ലോ അത്, ആ ഒരു നേർച്ച നിറവേറ്റാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വൈകിക്കാതെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ഒരു നമ്മളിങ്ങനെ ചെയ്യുന്നത് വഴി വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കും. അപ്പൊ ആ ഒരു ഫലം നമുക്ക് ഭഗവാൻ അത്രയും പെട്ടെന്ന് നടത്തി തരുന്ന പോലെ തന്നെ ഭഗവാനായിട്ട് പറഞ്ഞു വെച്ച നേർച്ചയും പെട്ടെന്ന് നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് എങ്ങനെയാണോ ഭഗവാൻ ഫലം തരുന്നത് അതിനനുസരിച്ച് നമ്മൾ തിരിച്ചും ചെയ്യണമല്ലോ അല്ലെ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഏത് ആഗ്രഹമായാലും, എത്ര വലിയ ദുഃഖമായാലും, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായാലും ഒക്കെ തന്നെയും ഇങ്ങനെ ചെയ്യുന്നത് വഴി കുറയ്ക്കാനായിട്ട്, അല്ലെ അതിന് പരിഹാരം കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും അത്. അപ്പോൾ നിങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാതെ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുക, ഈ പറഞ്ഞതുപോലെ ചെയ്യുക. ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഫലം ലഭിക്കും. ഇനി 21 തവണ മാത്രമല്ല കേട്ടോ, അതിൽ കൂടുതൽ പ്രദക്ഷിണം നടത്തുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിൽ കൂടുതൽ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞത് കുറഞ്ഞത് ഒരു 21 തവണയെങ്കിലും പ്രദക്ഷിണം നടത്തുക. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.